ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി BS6 മോഡൽ യൂണിക്കോണാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു. കമ്പനി ലൈനറൊക്കെ കിടക്കുന്നത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ലൈനർ ഉരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ഹബിനകത്ത് ചെറിയ സ്ക്രാച്ച് പോലെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉള്ളൂ. അത് നമുക്ക് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ. ചെയിൻ പുതിയ ചെയിനാണ് കിടക്കണേ, അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ, അപ്പോൾ അതും നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്നത് പുതിയ ബാറ്ററി, വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ്. അപ്പോൾ ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എൻ്റെ ഈ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ അങ്ങനെ സൗണ്ട് ഫീൽ ചെയ്തൊന്നുമില്ല. പിന്നെ വരാനായിട്ടൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരുന്ന കേസൊക്കെ ആണെങ്കിൽ ക്യാം ചെയിൻ്റെയൊക്കെയാണ്. ഇതിൻ്റെ ടെൻഷനറൊക്കെ ഒരു പ്രാവശ്യം മാറ്റി പുതിയ ടെൻഷനറൊക്കെ കിടക്കുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു കേട്ടോ, കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ വേറെ ഈ പറഞ്ഞ രീതിയുടെ എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ സൈഡിൽ ബോൾട്ട് വാഷിൻ്റെ അവിടെ നിന്നാണ് ലീക്ക് വന്നേക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ വാഷൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ആക്കാം. ഇവിടെ നിന്നാണ് ലീക്ക്, പെട്രോളിൻ്റെ അല്ല, ശരിക്കും ഓയിൽ തന്നെയാണ് ലീക്ക് ആയേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ്, ബ്രേക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനും ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അഴിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ബ്രാക്കറ്റ് ബൂട്ടും മാറ്റി ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് ചെറിയൊരു അടിയുണ്ട്, അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ടൈറ്റ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഒരു ഓയിൽ മയത്തോടുകൂടി വന്നിട്ടുണ്ട്, ഓയിൽ ലീക്കല്ല, ശരിക്കും ഈ ഭാഗത്ത് ഗ്രീസാണ് വരാം, ആ ഗ്രീസിൻ്റെ മയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീസിൻ്റെ ഒരു ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പൊടി പിടിച്ചിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാനാണ്, അത് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് തുടച്ച് ക്ലീൻ ആക്കണം, കാരണം അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രീസ് നല്ല ചൂടുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഗ്രീസ് ചെറുതായിട്ട് മെൽറ്റായിട്ട് വന്നാണത്. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല, തുടച്ച് ക്ലീൻ ആക്കിയിടാം. പക്ഷേ ഈ ഫോർക്കിൻ്റെ ഈ ഭാഗത്തൊരു ലീക്ക് ഉണ്ട്, അത് അതിൻ്റെ ഈ നട്ടിൻ്റെ ഓറിങ് പോയേക്കണാണ്. അപ്പോൾ അത് കൈയോടെ അഴിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം. അത് ഈ റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഈ എന്താ പറയുക, ബ്രേക്ക് കിട്ടാത്ത രീതിയിൽ അത് കല്ലച്ച മോഡലിലേക്ക് ആയിരുന്നു. അപ്പോൾ അത് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയായിരുന്നു. അതിനിപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ്റ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റി ഒന്ന് ഫില്ല് ചെയ്യാനാണ് പറ്റുള്ളൂ. അത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ദിവസം നോക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയായിരുന്നു, നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അതൊന്ന് ചെയ്ത് പോകണം എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയാൽ. അല്ലെങ്കിൽ പിന്നെ കൂടുതലായിട്ട് കാണിച്ചിട്ട് ചെയ്താലും മതി. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ട് അതിനകത്ത്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ വലിയ പ്രോബ്ലം കാണുന്നില്ല. കളറ് 100% കളറ് നോക്കിയിട്ട് നമുക്ക് ഓയിൽ ചേഞ്ചിൻ്റെ ഒരു പീരീഡ് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരല്പം ഓയിൽ നമുക്ക് കുറച്ച് ലീക്കായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 100 മില്ലിയോളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഓയിൽ ചേഞ്ച് കഴിഞ്ഞിട്ട് ഓയിൽ മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 കിലോമീറ്ററാണ് അതിൻ്റെ പീരീഡ് പറയാം. അപ്പോൾ 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ മാറ്റണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 100% നമുക്ക് കളറ് നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. എന്തായാലും നമുക്ക് 100 മില്ലി ഒഴിക്കേണ്ടി വരും. ഇനി അതെല്ലാം 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. മെയിനായിട്ട് അതൊക്കെയാണ് സർവീസുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ കംപ്ലയിൻറ്റുകൾ. ഒന്ന് എഞ്ചിൻ ഓയിലിൻ്റെ സൈഡ് ലീക്ക് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്ക് ഉണ്ട് പറഞ്ഞിട്ട്, ആ 2 കേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എഞ്ചിൻ സൗണ്ടിൻ്റെ കേസ് മാത്രമേ നമുക്ക് അതിനോട് ക്ലിയർ ആയില്ല, എന്താ പ്രോബ്ലം എന്നുള്ള സംഭവം മനസ്സിലായില്ല. അത് നോക്കാം, കൂടുതൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെക്ക് ചെയ്താൽ മതി. കാരണം ഞാൻ കംപ്ലയിൻറ്റ് കാണിച്ചാലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ എന്തിൻ്റെ ആണെന്നുള്ളത്. ഞാൻ കുറച്ച് ഓടിച്ചു നോക്കിയായിരുന്നു, ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചു നോക്കി. പ്രത്യക്ഷത്തിൽ നമുക്കൊരു മേജറായിട്ടൊരു കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി വരാൻ സാധ്യതയുള്ളത് ആ ടെൻഷൻ, ക്യാം ചെയിൻ ലൂസായിട്ട് വരുന്ന ആ ഒരു പ്രോബ്ലം ആയിരിക്കാം. അത് ഒരു പ്രാവശ്യം അതിൻ്റെ ടെൻഷനൊക്കെ മാറ്റിയേക്കണതാണ്, അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ, അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.